Hello guys, welcome back to our channel. This is me with Mallu episode. എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഫാൽക്കോ അവനാണെങ്കിൽ റെയ്നറിന്റെ അടുത്തേക്ക് ഓടി വരികയാണ്. റെയ്നർ ആണെങ്കിൽ അവനോട് ചോദിക്കും, എന്തു പറ്റി, നീ എവിടേക്കാ പോണേ? അതിനവൻ പറയും, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരാളെ കാണാനുണ്ട്, ആൾക്ക് എന്റെ സഹായം ആവശ്യമാണ്, ഞാൻ നിങ്ങളെ പിന്നെ കാണാമെന്ന് പറഞ്ഞ് അവൻ എങ്ങനെ ഓടും. അവൻ ഓടിപ്പോകുന്നത് ആ മുടി നീട്ടിയ ആളുടെ അടുത്തേക്കാണ്. അവളാണെങ്കിൽ ഒരു ലെറ്റർ അവനെ ഏൽപ്പിക്കും. ഇത് നീ ആരുടെയും കണ്ണിൽ പെടാതെ ആരും ശ്രദ്ധിക്കാത്ത വിധത്തിൽ പോസ്റ്റ് ചെയ്യണം. എന്റെ ഫാമിലിയിലേക്കുള്ള ഒരു ലെറ്ററാണ് ഇത്. ഞാൻ പോസ്റ്റ് ചെയ്ത മറ്റുള്ളവർക്ക് എന്നെക്കുറിച്ച് സംശയം തോന്നും. ഞാൻ നന്നായിരിക്കുന്നു, എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല എന്നറിയണം. അതിനുവേണ്ടിയാണ് ഈ കത്ത് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് പറയും. അത് കേട്ട് അവനാണെങ്കിൽ ആ ലെറ്റർ സേഫ് ആയിട്ട് പോസ്റ്റ് ചെയ്യും. ആ സമയം മറ്റൊരു ഭാഗത്ത് കമാൻഡർ ആണെങ്കിൽ വാക്കിങ്ങിന് പോകുമ്പോൾ ഇപ്പൊ സോൾജിയേഴ്സ് എല്ലാം ഓരോ ഭാഗത്തേക്ക് ഓടുന്നതായിട്ട് കാണും. എന്തു പറ്റിയെന്ന് അന്വേഷിക്കുമ്പോൾ ടൈബർ ഫാമിലിയിൽ എല്ലാവരും അവിടേക്ക് എത്തിയെന്ന് അറിയാൻ സാധിക്കും. എങ്കിൽ ഷോക്കായിട്ട് അവിടേക്ക് ഓടിയെത്തും. അപ്പൊ അവർ കാണും ടൈബർ ഫാമിലിയിലെ ഒരുപാട് സോൾജിയേഴ്സ്. അവർ ടൈബർ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യുക, അവർക്ക് അസിസ്റ്റൻസ് ആയിട്ട് നിൽക്കുക എന്നൊഴിച്ച ബാക്കി ആരെയും അവരാണെങ്കിൽ ഒബേ ചെയ്യില്ല. ഡോർ മുട്ടി ഇപ്പൊ അദ്ദേഹം ആണെങ്കിൽ അകത്തേക്ക് പോകാൻ ശ്രമിക്കും. അകത്തേക്ക് വന്ന അവരാണെങ്കിൽ ടൈബർ ഫാമിലിയിലെ കിങ് ആയിട്ടുള്ള ബില്ലിയെ കാണും. ബില്ലിയും ഇപ്പൊ അകത്തും. അവർ രണ്ടുപേരും ഷേക്ക് ഹാൻഡ് കൊടുത്ത് പരസ്പരം വിഷ് ചെയ്യും. അതിനുശേഷം ഫാമിലിയെ അദ്ദേഹത്തിന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കും. ബില്ലിയുടെ ഫാമിലി കണ്ട് ഇപ്പോ അദ്ദേഹമാണെങ്കിൽ ഒന്ന് ഷോക്കാവും. അതിനുശേഷം അവർ രണ്ടുപേരും അങ്ങനെ കാര്യമായിട്ട് സംസാരിക്കുകയാണ്. അദ്ദേഹമാണെങ്കിൽ ഇപ്പൊ കമാൻഡറിനോട് ചോദിക്കും, ഇപ്പോൾ ആരാണ് വാർഹാമ്പർ ടൈറ്റർ എന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട് കഴിഞ്ഞോ? ഇവിടേക്ക് വന്നത് ആ സ്റ്റാച്യു ഓഫ് ഹീലോഫിനെ കാണാനാണ്. ഞങ്ങളുടെ ഫാമിലിയിൽ ഒരാള് ആ ഒരു ടൈറ്റനാണ്, അതിൽ യാതൊരു സംശയവും വേണ്ട. നിങ്ങൾക്കത് ആരാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? വർഷങ്ങൾക്ക് മുൻപ് ഒരു മനുഷ്യൻ ഭൂമിയിലുണ്ടായിരുന്ന എല്ലാ ഡെബിളുകളെയും അങ്ങനെ ഇല്ലാതാക്കി റിലയൻസിന്റെ ഒരു ഹീറോ ആയി മാറി. അദ്ദേഹം ചെയ്തത് എത്രയും വലിയ ഒരു അത്ഭുതമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ ഒരാളെ ഇനി ചരിത്രത്തിൽ നോക്കിയാൽ കാണാൻ കഴിയില്ല. എന്നിട്ട് കമാൻഡർ പറയും, പണ്ടായിരുന്നെങ്കിൽ ആള് വീരനായിരുന്നു, പക്ഷേ ഇപ്പൊ അങ്ങനെയൊന്നുമല്ല. ടെക്നോളജി ഒക്കെ ഒരുപാട് അപ്ഗ്രേഡ് ആയി കഴിഞ്ഞു. മാർലിയൻസിന് അവരെ തോൽപ്പിക്കാൻ പോലും കഴിയില്ല. ബില്ലി ആണെങ്കിൽ അത് കേട്ട് അവനോട് പറയും, അതെ, ഇത് ഓൾറെഡി കേട്ടിരുന്നു, മാർലിയൻ സോൾജേഴ്സിനെ എല്ലാവരെയും നിങ്ങൾ വീണ്ടും ഒന്നു ചേർക്കാൻ പോവുകയാണെന്ന്. അത് ശരിക്കും നല്ലത് തന്നെയാണ്. ആക്ച്വലി മാർലിയൻസ് അവരിങ്ങനെ ഒത്തുചേരുന്നത് എല്ലാവർക്കും ഒരു ന്യൂസ് മാത്രമാണ്. യഥാർത്ഥത്തിൽ മാർലിയൻസ് അല്ല ഫൈറ്റ് ചെയ്യുന്നതെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അവർ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുന്ന എൽഡിയൻസ് അവരുടെ ടൈറ്റൻ പവറും അതുപയോഗിച്ചാണ് ഇത്രയും കാലവും മാർലിയൻസ് ഓരോ യുദ്ധവും ജയിച്ചു പോകുന്നത്. ഒരുപാട് കാലം അങ്ങനെ മുൻപോട്ടേക്ക് പോകാനായിട്ട് കഴിയില്ല. മാർലിയൻസ് തന്നെ അവരുടെ പവർ കാണിക്കേണ്ട സമയം എത്തിക്കഴിഞ്ഞു. പക്ഷേ മാർലിയൻസിനെ എല്ലാം തന്നെ ഇപ്പൊ കൺട്രോൾ ചെയ്യുന്നത് ടൈബ്രൂസ് ആണ്. അത് ബാക്കിയുള്ള ജനങ്ങൾക്ക് അറിയില്ല. ഇതിനെല്ലാം കാരണക്കാർ അത് ടൈബ്രൂസ് ആണ്. സോ സത്യങ്ങളെല്ലാം വില്യൻ ഇപ്പൊ എല്ലാവരോടും തുറന്നു പറയാനായിട്ട് പോവാണ്. ഞാൻ പോകുന്ന ആ ഫെസ്റ്റിവലിന്റെ അന്നായിരിക്കും ഞാൻ ഈ കാര്യങ്ങളെല്ലാം എല്ലാവരോടും പറയാൻ പോകുന്നത്. എന്ന് വെച്ച് ഞാൻ ആ സ്റ്റാച്യു അത് കാണാൻ വന്നതല്ല എന്ന് പറയുന്നില്ല. അതുപോലൊരു ഹീറോ മാർലിയൻസിന് ഇപ്പോ അത്യാവശ്യമാണ്. അവരുടെ എക്സിസ്റ്റൻസിന് നിങ്ങളുടെ സഹായം അതിനേക്ക് ആവശ്യമാണ്. സോ നിങ്ങൾ എന്നോടൊപ്പം നിൽക്കലേ ചോദിക്കും. അതിനാളാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും പറയില്ല. കട്ട് ചെയ്ത ഫോർക്കോയെ കാണിക്കും. അവനാണെങ്കിൽ പതിയെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കാണ്. അപ്പോഴായിരിക്കും പ്രേയത്തെ പോലെ ഒരു പെണ്ണിനെ അവന്റെ മുൻപിൽ കാണുക. അവളെ കണ്ട് അവനാണെങ്കിൽ പേടിച്ച് നിലവിളിക്കും. അത് മറ്റാരുമല്ല, പീക്ക്. അവൾ ആ ടൈറ്റൻ ആയതിനു ശേഷം അവൾ അപ്രകാരമാണ് നടക്കുക. എനിക്ക് ഇങ്ങനെ നടക്കാനാണ് കംഫർട്ട് എന്ന് പറയും. അതിനവൻ പറയും, നീ നടക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഭയമാണ്. അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ മിലിറ്ററി മീറ്റിംഗ് കാണിക്കുകയാണ്. അവർ വീണ്ടും ഐലാൻഡിലേക്ക് എപ്രകാരം പോകണം, എപ്രകാരം നേരിടണം എന്നിങ്ങനെ കാര്യം ഡിസ്കസ് ചെയ്യാണ്. റെയ്നറിന് ഓൾറെഡി ആ ഒരു ഐലാൻഡിലേക്ക് പോയ എക്സ്പീരിയൻസ് ഉണ്ട്. അവൻ അത് വെച്ച് ഒരു കാരണവശാലും നമ്മൾ സൗത്ത് സൈഡിലേക്ക് പോകാൻ പാടില്ല. ഇപ്പൊ സൗത്ത് സൈഡിലേക്ക് പോയവരെയാണ് അവർ എയിം ചെയ്ത് ഫോക്കസ് ചെയ്ത് കൊന്നു കളഞ്ഞെന്ന് പറയും. പിന്നെ ഒരു മാർലിയൻ ആണെങ്കിൽ അവനോട് പറയും, മതി, LDന്റെ വാക്കുകൾ കേട്ട് ഞങ്ങൾ തീരുമാനമൊന്നും എടുക്കാൻ പോകുന്നില്ല, ഞങ്ങൾക്കറിയാം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ് അവൻ അവോയ്ഡ് ചെയ്ത് അവരിപ്പോ ഡിസ്കസ് ചെയ്യാനായിട്ട് തുടങ്ങും. ഇവിടെ പീക്ക് ആണെങ്കിൽ എല്ലാവരോടും പറയും, നമ്മുടെ ഇപ്പോഴത്തെ പ്രതീക്ഷ ട്രെയിനിങ് എടുത്തുകൊണ്ടിരിക്കുന്ന ആ 4 പേരിലാണ്. ഒഡോ, ഗ്യാബി, സോഫിയ അവരാണെന്ന് പറയും. എപ്പോഴും അവർ ട്രെയിനിങ് എടുത്തുകൊണ്ടേയിരിക്കുകയാണ്. സാധാരണ ഗ്യാബിയാണ് എപ്പോഴും മുൻപന്തിയിലുണ്ടാവുക. പക്ഷെ ഇത്തവണ ഫാബിയെ തോൽപ്പിച്ച് ഫാൽക്കോ മുൻപന്തിയിൽ എത്തിയിരിക്കുകയാണ്. അവന്റെ ബ്രദർ കോൾട്ട് ആണെങ്കിൽ കാഷ്വലായിട്ട് പറയും, അവൻ എത്രയൊക്കെ മുൻപിൽ ഓടിയിട്ട് യാതൊരു കാര്യമില്ല, ഗാബിയുടെ അത്ര പവറോ കഴിവോ ഒന്നും അവനില്ല. അവന്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ അവനെ അഭിനന്ദിക്കും. ഇങ്ങനെ പോവാണെങ്കിൽ ആ ഒരു വലിയ ടൈറ്റിന്റെ പവർ അത് നിനക്ക് തന്നെ കിട്ടും. അത് കേട്ട ഗ്യാബി ആണെങ്കിൽ അവനെ ആഞ്ഞടിക്കും. ഇതൊന്നും വലിയ വിജയമൊന്നും അല്ല, ഇതിലും വലിയ വിജയങ്ങളൊക്കെ കണ്ടവളാണ് ഞാൻ. ഫാൽക്കോ ആണെങ്കിൽ കാഷ്വലായിട്ട് പറയും, ആർമർ ടൈറ്റൻ ആർക്ക് കിട്ടുമെന്ന് ഇതുവരെ തീരുമാനമായിട്ടില്ല. അത് തീരുമാനമാവുന്നതുവരെ ഉറപ്പായാലും എന്റെ ബെസ്റ്റ് ഞാൻ കൊടുക്കും. ഗ്യാബിക്കാണെങ്കിൽ അത് കേട്ട് ദേഷ്യം കൂടും. നിന്റെ ചേട്ടൻ ഓൾറെഡി ഈസ്റ്റ് ടൈറ്റൻ പവർ കിട്ടി ആള് മാർലിയനായി, നീയും മാർലിയനാവാൻ ശ്രമിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ നിന്നെ കൊണ്ടത് കഴിയില്ല. ആണെങ്കിൽ അവളോട് പറയും, ഞാനിതെല്ലാം ചെയ്യുന്നത് നിനക്ക് വേണ്ടിയാണ്. അവൾക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. പക്ഷെ ബാക്കിയുള്ളവർക്ക് കാര്യം പിടികിട്ടും. ഉടനെ ഒരു വെള്ളം അടിച്ച ആളാണെങ്കിൽ ഫാൽക്കോ ആണെന്ന് കരുതി ഇപ്പൊ സോഫിയെ കയറി പിടിച്ച് നീ
ആ ഗ്യാബിയെ തോൽപ്പിച്ചെന്നറിഞ്ഞു അടിപൊളിയായിട്ടുണ്ടെന്ന് പറയും. സോഫി ആണെങ്കിൽ അവനെ തട്ടി താഴെയിടും. അങ്ങനെ കട്ട് ചെയ്ത സ്റ്റേജ് ഒക്കെ കെട്ടുന്ന സ്ഥലത്തേക്ക് അവരെല്ലാവരും കടന്നു വരികയാണ്. ഗ്യാബി ആണെങ്കിൽ തീർത്തു പറയും, നമ്മൾ എൽഡിയൻസ് മോശപ്പെട്ട ആളല്ല എന്ന് എല്ലാവരുടെ അടുത്ത് നമ്മൾ പ്രൂവ് ചെയ്യണം. അതിനുവേണ്ടിയാണ് ഞാൻ കഷ്ടപ്പെടുന്നത്. ഇവിടെ കമാൻഡർ ഭഗത്താണെങ്കിൽ ബില്ലിക്ക് ഒരു ഡയറി കൊടുക്കും. ആണെങ്കിൽ ആ ഡയറി തുറന്നു നോക്കി ഷോക്കാവും. ഓ, വലിയ ലെവലില് ഡിമോളിഷ് ചെയ്യേണ്ടി വരുമല്ലോ. പക്ഷെ ഇതൊന്നും അത്ര എളുപ്പത്തിൽ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കമാൻഡർ ആണെങ്കിൽ ബില്ലിയോട് പറയും, ഓൾറെഡി ഈ വീടുകൾക്കൊക്കെ ഒരുപാട് തകരാറുകൾ സംഭവിച്ചിരിക്കുകയാണ്. ചില വലിയ പില്ലറുകളുടെ സഹായത്താലാണ് അവറ്റകൾ ഇപ്പോഴും നിൽക്കുന്നത്. ഇത് കേട്ട് ബില്ലി ആണെങ്കിൽ ടെൻസ്ഡ് ആവും. ഇപ്പൊ നടക്കാൻ പോകുന്ന ഈ ഫെസ്റ്റിവൽ അതെന്തിനാണെന്ന് ഏകദേശമുള്ള പിക്ചർ അത് അവന് പിടികിട്ടും. ഇങ്ങനെ സീൻ കട്ട് ചെയ്ത ഫാൽക്കോ ആണെങ്കിൽ ഇപ്പൊ ആ മുടിയന്റെ അടുത്തേക്ക് വരും. മുടിയനാണെങ്കിൽ ഫാൽക്കോട് താങ്ക്സ് പറയും. താങ്ക് യു വെരി മച്ച്. നീ അത് കറക്റ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് എനിക്ക് എന്റെ ലക്ഷ്യം സാധിക്കാൻ കഴിഞ്ഞത്. ഫാൽക്കോ ആണെങ്കിൽ ആ മുടിയനോട് പറയും, സത്യത്തിൽ താങ്ക്സ് പറയേണ്ടത് ഞാനാണ്. നിങ്ങൾ എനിക്ക് തന്ന ആ ഒരു ബൂസ്റ്റ്, ആ ഒരു കോൺഫിഡൻസ്, അതൊക്കെ കൊണ്ടാണ് എനിക്ക് ഗ്യാബിയെ തോൽപ്പിക്കാനായിട്ട് കഴിഞ്ഞത്. അത് ശരിക്കും ഒരു വലിയ കാര്യം തന്നെയാണെന്ന് പറയും. അപ്പോഴായിരിക്കും ആളുടെ അടുത്തിരിക്കുന്ന ഒരു ഗ്ലൗസ് അതിപ്പോ ഫാൽക്കോ ശ്രദ്ധിക്കുക. ഇത് നിങ്ങളുടെ ഫാമിലി നിങ്ങൾക്ക് തന്നാണെന്ന് ചോദിക്കും. അതിനാൾ പറയും, അതെ, എനിക്കും ഇനി ഒരുപാട് പോരാടണമെന്ന് ആഗ്രഹമുണ്ട്. ഈ ഒരു വലിയ സെലിബ്രേഷൻ അത് കഴിഞ്ഞതിന് ശേഷം ഞാനും എന്റെ വീട്ടിലേക്ക് തിരികെ പോകുമെന്ന് ആ മുടിയൻ പറയും. ആ സമയത്ത് ഒരു ഡോക്ടർ ആണെങ്കിൽ അവിടേക്ക് ക്യാഷ്വലായിട്ട് വരും. ഫാൽക്കോ ആണെങ്കിൽ അവിടുന്ന് കടന്നു പോകുമ്പോൾ ഡോക്ടർ ആണെങ്കിൽ ഇവിടേക്ക് വന്നിരുന്ന് ആ മുടിയനോട് ക്യാഷ്വലായിട്ട് സംസാരിക്കാൻ തുടങ്ങും. ആ ഫാൽക്കോ അവൻ ശരിക്കും വളരെ അടിപൊളിയാണ്. അവന്റെ ബ്രദറും അവനും ചേർന്ന് പാരഡൈസ് ഐലാൻഡിലേക്ക് പോവാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ ഇവൻ വലിയ ഫാമിലിയിൽ പെട്ടതാണ്. പക്ഷെ അവർക്ക് പോലും ഇതിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് കഴിയുന്നില്ല. അവന്റെ ചേട്ടന് ആ ബീസ്റ്റ് ടൈപ്പിനെ പവർ കിട്ടാൻ പോവാണ്. അതിനുള്ള ഒരുക്കത്തിലാണ് അവന്റെ ബ്രദർ. ബീൻസിനുള്ള ആരെങ്കിലും ആ ഒരു 9 ടൈറ്റനിലുള്ള ഒരാളായി മാറുകയാണെങ്കിൽ അവർക്ക് പിന്നീട് മാർലിയൻസിലേക്ക് വരാനായിട്ട് കഴിയും. സോ ഫാൽക്കണും അവന്റെ ഫാമിലിയും ഇപ്പൊ രക്ഷപ്പെട്ടു. അവർക്ക് മാർലിയൻ ഫാമിലിയിലേക്ക് വരാം. ഡോക്ടർ ആണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയും. ഇവിടെ മുടിയനാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. അതിരിക്കട്ടെ, നിങ്ങൾ എന്തിനാ ഈ കാര്യങ്ങളൊക്കെ എന്നോടൊന്നും പറയണേ? അതിന്റെ ആവശ്യം എന്താ? ഡോക്ടർ പറയും, കുറച്ച് ദിവസങ്ങളായി ഞാൻ നിങ്ങളെ ശ്രദ്ധിക്കുന്നു. ആ പയ്യനെ കൊണ്ട് ലെറ്റർ നിങ്ങൾ പോസ്റ്റ് ചെയ്യിപ്പിച്ചൊക്കെ ഞാൻ കണ്ടതാണ്. ആ പയ്യൻ വാരിയർ ആവാൻ പോകുന്ന ഒരാളാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യിപ്പിച്ചാൽ അത് ആരെങ്കിലും നോട്ട് ചെയ്ത് കഴിഞ്ഞു പയ്യനും അവന്റെ ഫാമിലിക്കും അത് വലിയ പ്രശ്നമായിട്ട് മാറും. അതുകൊണ്ട് നിങ്ങൾക്കിപ്പോ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ സേഫ് ആയിട്ട് എങ്ങനെയെങ്കിലും നിങ്ങളുടെ ഫാമിലിയിൽ പോയി ചേരുന്ന കാര്യം അത് ചിന്തിക്കുക, അല്ലാതെ മറ്റൊന്നും ചെയ്യാൻ പാടില്ല. നിന്റെ ഫാമിലിയെ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ നീ നിന്റെ വീട്ടിലേക്ക് പോകണമെന്ന് പറയും. അത് കേട്ടാ മുടിയനാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയെ മിസ് ചെയ്യുന്നില്ലേ ചോദിക്കും. ഉടനെ ഡോക്ടർ പറയും, ഉണ്ട്. വർഷങ്ങൾക്ക് മുൻപ് എന്റെ മകളെ ആ ഒരു മതിലിനപ്പുറത്തേക്ക് കൊണ്ടുപോയിട്ടില്ലായിരുന്നെങ്കിൽ ഫാമിലി ഇപ്പോഴും സേഫ് ആയിട്ടിരുന്നേനെന്ന് പറഞ്ഞ് ആളാണെങ്കിൽ കരയാനായിട്ട് തുടങ്ങും. ആക്ച്വലി ഇദ്ദേഹം ഏഗറിന്റെ ഫാദറാണ്. അദ്ദേഹം അങ്ങനെ നിലവിളിക്കുന്നത് കേട്ട് ബാക്കിയുള്ള ഡോക്ടേഴ്സ് ആണെങ്കിൽ സമാധാനിപ്പിച്ച് അദ്ദേഹത്തെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോകും. അങ്ങനെ കട്ട് ചെയ്താ ഇപ്പൊ ആ പാർട്ടി ഹാള് കാണിക്കും. അവിടേക്കാണെങ്കിൽ ഇപ്പൊ ഉഡോ, ഫാബി, സോഫിയ, ഫാൽക്കൺ അവരെല്ലാവരും കോട്ടും സ്യൂട്ടൊക്കെ ഇട്ട് വന്നിരിക്കുകയാണ്. ആണെങ്കിൽ ആ പാർട്ടിയിൽ അവർക്ക് എന്തെങ്കിലും അനുമോദനം തരും എന്ന് കരുതി നിൽക്കുമ്പോഴായിരിക്കും അവരോട് അവിടെ വെയിട്രസിന്റെ ജോബ് ചെയ്യാനായിട്ട് പറയുക. അവരാണെങ്കിൽ യാതൊരു മടിയും കൂടാതെ ആ കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് ചെയ്യുകയാണ്. ഉടോ ആണെങ്കിൽ ഒരുപാട് പേര് കഴിച്ച ഭക്ഷണത്തിന് പ്ലേറ്റ്സ് അതൊക്കെയായിട്ട് കടന്നു പോകുമ്പോൾ വേറൊരു മാർലിയൻ അവനെ നോക്കി കളിയാക്കും. ഇവരെല്ലാം ആ ഒരു കേട്ട് എൽഡിയൻസിൽ ചേർന്നവരാണ്. ഇവരെ പോലുള്ളവരുടെ സഹായം തേടുന്നത് തന്നെ വളരെ മോശമാണെന്നൊക്കെ പറഞ്ഞ് അവരെ അപമാനിക്കും. ഉടോ ആണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം കേട്ട് ഒരുപാട് വിഷമത്തിൽ തിരിയുമ്പോൾ അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു വൈൻ ബോട്ടിൽ, അതിലെ വൈൻ ആണെങ്കിൽ ഒരു ലേഡിയുടെ ദേഹത്തേക്ക് മറിയുകയാണ്. അവളാണെങ്കിൽ അവനെ ചേർത്ത് പിടിക്കും. ചുറ്റുമുള്ളവരെത്തി എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് ചോദിക്കും. അതിനാൽ ലേഡി ആണെങ്കിൽ ക്യാഷ്വലായിട്ട് പറയും, കുഴപ്പമൊന്നുമില്ല, എന്റെ കയ്യിലുണ്ടായിരുന്ന വൈൻ അതെന്റെ ദേഹത്തേക്ക് മറിഞ്ഞു, ഞാൻ ഈ പയ്യനോട് ഹെൽപ്പ് ചോദിക്കായിരുന്നു പറയും. ഉടനെ അവനാണെങ്കിൽ വാഷ്റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ഉടോ ആണെങ്കിൽ ആ ലേഡിയോട് നന്ദി പറയും. ആ ലേഡി പറയും, ഈ കാര്യം ഞാൻ ആരോടെങ്കിലും പറഞ്ഞാൽ നിന്നെ ബാക്കി വെക്കില്ല, അതുകൊണ്ടാണ് ഞാനത് പറയാത്തതെന്ന് പറഞ്ഞ് അവൻ ആണെങ്കിൽ വാഷ്റൂമിലേക്ക് പോകും. ഉടോ ആണെങ്കിൽ നടന്ന കാര്യങ്ങളെല്ലാം അവന്റെ ഫ്രണ്ട്സിനോട് പറയാണ്. ആ സമയം ബില്ലി ആളവിടേക്ക് കടന്നു വരും. ഒരു മൊട്ടപ്പനാണെങ്കിൽ അവിടേക്ക് വന്ന് എല്ലാവരോടും പറയും, നമ്മളിപ്പോൾ വലിയൊരു വാറ് അതിൽ ജയിച്ചു വന്നിരിക്കുകയാണ്. ഇതിൽ നമ്മുടെ ശത്രുക്കളുണ്ടാവാം, വ്യക്തങ്ങളുണ്ടാവാം, പക്ഷെ അതൊന്നും നമ്മൾ കാര്യമാക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടേക്ക് വന്നവരെല്ലാവരും ഇവിടെ അതിഥികളാണ്. അവർ നമ്മുടെ ശത്രുക്കളാണെങ്കിലും എത്രത്തോളം തരം താഴ്ന്നവരാണെങ്കിലും എന്ന് പറഞ്ഞ് ആളാണെങ്കിൽ ചിയേഴ്സ് ചെയ്യാൻ കപ്പ് മുകളിലേക്ക് ഉയർത്തും. ആ സമയം ഒരുപാട് പേർക്ക് അവന്റെ ആ സ്പീച്ച് ഇഷ്ടപ്പെടാതെ പല്ലിറുമോ. ഈ സമയത്ത് ബില്ലി ആണെങ്കിൽ ഇടപെട്ട് ക്ലാപ്പ് ചെയ്യും. നിങ്ങൾ ഇനി സംസാരിക്കേണ്ട, ബാക്കി കാര്യങ്ങൾ ഞാൻ സംസാരിക്കാന്ന് പറഞ്ഞ് ആള് സംസാരിക്കാനായിട്ട് തുടങ്ങും. ഈ കാണേണ്ട താമസം എല്ലാവരും ക്ലാപ്പ് ചെയ്യും. ബില്ലി ആണെങ്കിൽ എല്ലാവരോടും പറയും, നിങ്ങൾ കരുതും പോലെ ഞാനൊരു മാർലിയനല്ല, ഒരു എൽഡിയനാണ്. പക്ഷേ ഒരുപാട് വർഷങ്ങളായി എൽഡിയൻസിനെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു പൊസിഷൻ അത് മാർലിയെ തന്നത്. മാർലിയൻസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം എൽഡിയൻസിനെ ഇല്ലാതാക്കുക എന്നത് തന്നെയാണ്. സോ എൽഡിയൻസിനും മാർലിയൻസിനും ഇടയിലുള്ള ആ ഒരു ഭിന്നിപ്പ് അത് തീർക്കാനും ഒരു പരിഹാരം ക്രിയേറ്റ് ചെയ്യാനുമാണ്
ഈ ഒരു വലിയ ഇവന്റ്സ് ഇവിടെ നടത്താനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നടക്കാൻ പോകുന്ന ഫെസ്റ്റിവലിൽ ഞാൻ ആ കാര്യങ്ങളെല്ലാം എല്ലാവരോടും റിവീൽ ചെയ്യുന്നു പറയും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഗ്യാബി ആണെങ്കിൽ കൂർക്കം വലിച്ചുറങ്ങുകയാണ്. അവൾ എഴുന്നേറ്റ് നോക്കുമ്പോൾ അവളുടെ സിറ്റി ആകെ ചേഞ്ച് ആയിരിക്കുകയാണ്. ഒരുപാട് സ്റ്റോളുകൾ, ഒരുപാട് ആൾക്കാർ. അവൾക്കാണെങ്കിൽ അവിടെ എന്താ നടക്കണമെന്ന് മനസ്സിലാവില്ല. അപ്പോഴായിരിക്കും അവളുടെ ഫ്രണ്ട്സ് ഐസ്ക്രീമുമായിട്ട് അവിടേക്ക് വരിക. ഫെസ്റ്റിവൽ നടക്കാൻ പോവാണ്. സോ പുറത്തുള്ള ആളുകളെല്ലാം ഇവിടേക്ക് എത്തിക്കഴിഞ്ഞു. ഇവിടെ സ്റ്റോളൊക്കെ ഇട്ട് ഇപ്പോൾ നമ്മുടെ ഗ്രാമത്തിന്റെ ഭംഗി അത് കുറെ കൂടെ കൂടിയിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് അവരത് ആഘോഷിക്കാനായിട്ട് തുടങ്ങും. ആണെങ്കിൽ ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടി ഇപ്പോൾ കണ്ണിൽ കണ്ടതെല്ലാം വലിച്ചു വാരി തിന്നുകയാണ്. റെയ്നറും ബാക്കിയുണ്ടായിരുന്നവരെല്ലാവരും ആഘോഷിച്ചതിന് ശേഷം റെയ്നർ ആണെങ്കിൽ ഇപ്പൊ ഗ്യാബിയെ വലിച്ചു കൊണ്ടുപോവാണ്. വാരി വലിച്ചു തിന്നതുകൊണ്ട് അവൾക്ക് ഇപ്പൊ മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. റെയ്നറാണെങ്കിൽ അവളെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നത് ആ ഒരു വലിയ പാർട്ടി ഹാളിലേക്കാണ്. അപ്പോഴായിരിക്കും ഫാൽക്കോ അവൻ അവിടേക്ക് വന്ന് റെയ്നറിനെ ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവാം. നിങ്ങൾ അത്യാവശ്യമായിട്ട് ഒരാളെ പരിചയപ്പെടുത്താനുണ്ടെന്ന് പറഞ്ഞ് ഹാളിന്റെ പിന്നിലുള്ള ഒരു സ്ഥലത്തേക്ക് വരും. ഫാൽക്കോയുടെ ഫ്രണ്ടായിട്ടുള്ള ആ മുടിയനാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ അത് ആ മുടിയനല്ല, നമ്മുടെ എറിനാണ്. ഇവിടെ റെയ്നർ ആണെങ്കിൽ അവനെ കണ്ട് ഷോക്കായി നിൽക്കുന്നതോട് കൂടെ റെയ്നർ ആണെങ്കിൽ അവനെ കണ്ട് കൺഫ്യൂസ്ഡ് ആയി നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.